ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു ഉരുട്ടിപ്പായസം എന്ന് പറയും, അത് വെക്കാൻ പോകാന്ന്. അതിന് മറ്റുള്ളവരും എന്താ പറയുകയെന്ന് ആർക്കറിയാം, കുഞ്ഞപ്പക്കറി എന്നൊക്കെ പറയും. പക്ഷേ ഉരുട്ടിപ്പായസം എന്നാണ് ഞങ്ങൾ പറയുക. അത് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകാമെന്ന്. അതിന് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പത്തിരിക്ക് കുഴച്ച പൊടിയാണ്, പകുതി എടുത്ത് വെച്ചതാണ്. ഇത് ശർക്കരയിൽ കുഴച്ചെടുക്കുക. ശർക്കര ഉരുക്കിയിട്ട് ആ വെള്ളത്തിലും കുഴച്ചെടുക്കുക. അല്ലാണ്ട് ഇങ്ങനെയും കുഴച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് ചെറുതാക്കി നന്നാക്കി ഉരുട്ടി ഇടണം. നന്നാക്കി ചെറുങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊക്കെ നന്നാക്കി ഒന്ന് ഉരുട്ടിയിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കണം ഇതിൽ. ഇനി എല്ലാം നന്നാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് കുറച്ച് നമുക്ക് പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ ലേശം കടലപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന പോലെ ആരെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിന് ഞാനിതാ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാലെടുക്കണം. ഇതിൻ്റെ പാലെടുത്തിട്ട് ആദ്യത്തെ പാലെടുത്ത് വെക്കണം. രണ്ടാം പാലും എടുത്ത് വെക്കണം. ഞാനിനി ഇതിന് പരിപ്പ് എടുത്ത് വെച്ച് പരിപ്പ് കഴുകി നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാം പാലെടുത്ത് വെച്ചത് അതിലൊഴിച്ച് കൊടുക്കണം. കടലപ്പരിപ്പ് ഇത്ര കൂടുതലുണ്ടായാലും ഇതുമില്ല. ഇനി ഞാൻ രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് ഗ്യാസ് ഓണാക്കി അതിമേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇനി ഗ്യാസ് ഓണാക്കി ഞാൻ അതിമേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാണി ശർക്കര ഉരുക്കാൻ വേറെ വെച്ചിട്ടുണ്ട്. ആ ശർക്കര ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ മറ്റുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഈ ഉരുട്ടി വെച്ച അരിമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുട്ടി വെച്ച അരിമാവ് അതിലിട്ട് കൊടുത്ത് ഒന്ന് ലേശം തിളക്കുന്നവരെ കാത്തിരിക്കുക. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണത്. നല്ലോണം ഇളക്കി വേവിച്ചെടുക്കണം. ഒറ്റയും കട്ടാണ്ട് എടുക്കണം. അതിലേക്ക് ഫുള്ള് അതിൽ വെതറിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, വെതറി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നാക്കി ഇളക്കി കട്ട കൂടാതെ എടുക്കണം. കട്ട കൂടരുത്. ഇനി ഇതൊക്കെ നന്നാക്കി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ടാം പാലും അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ശർക്കര ഒഴിച്ച് നല്ലോണം അതിലൊന്ന് വേവിച്ചെടുക്കണം. എന്നെങ്കിൽ ആ ശർക്കര ആ ഉണ്ടക്കും പരിപ്പിനൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ. ഇതെന്ന് വെച്ചാൽ മാവ് ശർക്കരയിൽ അതിനും കുഴക്കേണ്ടത്. ശർക്കര വെള്ളത്തിൽ കുഴച്ചെടുക്കുക ചെയ്യുക. ഞാൻ ലേശം പത്തിരിൻ്റെ മാവ് കുഴച്ച് വെച്ച പത്തിരിൻ്റെ മാവ് പകുതിയോളം ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇത് ശർക്കര വെള്ളത്തിൽ കുഴച്ചെടുക്കുക. അല്ലാതെ ഇങ്ങനെയും കുഴച്ചെടുക്കുന്നതും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി രണ്ടാം പാലിൻ്റെ അകത്ത് ഞാൻ കുറച്ച് അരിപ്പൊടി കലക്കിയിട്ടുണ്ട്. ഒരു ലേശം അരിപ്പൊടി ഒരു മുഴുപ്പിനും വേണ്ടിക്കൊണ്ട് ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് നന്നാക്കി ഇളക്കി എടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നന്നാക്കി അതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നല്ലോണം അതും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3-4 ഏലക്കായ്, ഇത്തിരി ജീരകം, ലേശം പഞ്ചസാര എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാനിത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയണം. തോലൊക്കെ കളഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതിലേക്ക്. ഇത്തിരിയേ ഇടാം. ഒരു മധുരം
മധുരത്തിനൊരു ലേശം ഉപ്പ് ഇതാകാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുത്താൽ ഇനി അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ ഗ്യാസ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ലേശം നല്ല നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 kg നെയ്യ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 kg നെയ്യ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചെറുതാക്കി പൂണ്ടെടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കൊടുക്കണം. ലേശം അണ്ടിപ്പരിപ്പും മുന്തിരി അതും ഇട്ട് കൊടുക്കണം. ലേശം നെയ്യിൻ്റെ ഒപ്പം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫുള്ളും നെയ്യ് തന്നെ ഇടുക. എന്ന് വെച്ചാൽ കൂടുതൽ നെയ്യ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ നെയ്യിൻ്റെ ചുവ തന്നെ ഉണ്ടാവും, അത് ടേസ്റ്റ് കിട്ടുകയില്ല. ഇനി തേങ്ങാക്കൊത്ത് നന്നാക്കി വറുത്തെടുക്കുക. തേങ്ങാക്കൊത്ത് നന്നാക്കി വറുത്തെടുക്കുക. അതിൻ്റെ അപ്പുറം നമുക്ക് എല്ലാം ഇട്ട് വറുത്ത് കൊടുക്കുക. അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നന്നാക്കി വറുത്ത് നമ്മൾ പായസത്തിലേക്ക് നല്ലോണം ചുവന്ന് വന്നതിന് ശേഷം നല്ലോണം പായസത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ചുവന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സെർവ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയാവും. നല്ല അടിപൊളി പായസമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ള ചിലവുകൾ മാത്രം മതി. നമ്മൾ പുറമേ നിന്ന് വേറെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എത്ര കുടിച്ചാലും ഇത് മതിയാവില്ല, അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇനി നമ്മളെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിൽ നമുക്ക് ഒഴിച്ചെടുത്ത് സെർവ് ചെയ്യാം. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്.